എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ആപ്പിൾ. പക്ഷെ നമ്മളെല്ലാവരും ചോക്ലേറ്റും വനില കേക്കും ഒക്കെയാണ് മോസ്റ്റ്ലി ഉണ്ടാക്കാറ്. ആപ്പിൾ കേക്കും നല്ലൊരു കേക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതുണ്ടാക്കാൻ എല്ലാവരും കൂട്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ആപ്പിൾ കേക്കിൻ്റെ തന്നെയാണ്. ഇത് വളരെ കളർഫുൾ ആയിട്ടുള്ള കേക്കൊന്നുമല്ല, പക്ഷേ ഇത് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും ബാക്കിൽ നിൽക്കുന്നുമില്ല. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, ആപ്പിൾ ഉണ്ടായാൽ മാത്രം മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ആപ്പിളും സിനമനും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കേക്കിന് നല്ലൊരു ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പം എല്ലാ കേക്ക് ഉണ്ടാക്കാനും നമ്മൾ മൈദയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഗോതമ്പ് പൊടി കൊണ്ടും കേക്ക് ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പം ആപ്പിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. അതിലേക്ക് ആവശ്യമായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ എല്ലാ കേക്കിനും ഇടുന്ന പോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അത് ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് സിനമൺ പൗഡറാണ്, അതായത് കറുവപ്പട്ട പൊടിച്ചത്. അപ്പോൾ ഇത് പൊടിയായിട്ട് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ കറുവപ്പട്ട നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന കൂടെ പൊടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ പൊടികളെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുക. ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പം ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കിഫായ കേക്കിലും റെഡ് വെൽവെറ്റ് കേക്കിലും എല്ലാം ഞാനത് 3 തവണ അരിച്ചെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് റിപ്പീറ്റായിട്ട് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്യുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആപ്പിൾ മിക്സർ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്തന്നേ ഉള്ളൂ. നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പം ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ അരച്ചെടുത്ത ആപ്പിൾ അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇങ്ങനെ ചൂടാക്കുന്നത് അതിനകത്തെ വാട്ടർ കണ്ടന്റ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം 2 ദിവസമൊക്കെ വയ്ക്കുമല്ലോ, അപ്പം അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഇത് നല്ലവണ്ണം തണുത്ത് റൂം ടെമ്പറേച്ചറിലായ ശേഷം മാത്രമാണ് നമ്മളിത് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല.
ഇനി അടുത്തായിട്ട് എടുക്കുന്നത് മുട്ടയാണ്. ഇവിടെ ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പം ഇതിൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിന് മുന്നേയുള്ള കേക്കിലെല്ലാം വിശദമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ മുട്ടയുടെ വെള്ള ഒന്ന് ഫ്ലഫി ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാകും. ഇതിനേക്കാൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർ 1.25 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. പഞ്ചസാര ആഡ് ചെയ്യുന്നത് കുറേശ്ശെ വേണം. അത് നല്ല ക്രീമി ഫോമിലായതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. വീണ്ടും ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ആപ്പിളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബീറ്ററൊന്നും ആവശ്യമില്ല. നമ്മളൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അത് ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്ത ശേഷം അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. 1/2 കപ്പ് പാൽ തന്നെ എടുക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൾ നമ്മൾ അരച്ചാണല്ലോ അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടാകും. അതൊന്ന് ലൂസാക്കി എടുക്കണമെങ്കിൽ 1/2 കപ്പോളം പാൽ ആവശ്യമുണ്ട്. അത് റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അത് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് തന്നെ ചേർക്കണം. പക്ഷെ ഞാൻ അവിടെ ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇത് ഇപ്പോൾ ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കുക. അപ്പം ഈ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനിത് ബാറ്റർ മാറ്റുന്നതിന് മുന്നേ തന്നെ ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേ അതിലേക്ക് വെക്കുക. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ആ പാത്രത്തിന് മുകളിൽ എപ്പോഴും ഒരു വെയിറ്റ് എടുത്ത് വയ്ക്കുക. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് ഒരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ എടുത്തിട്ടുണ്ട് എനിക്ക് കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ചില സമയം 1 മണിക്കൂർ വരെ എടുക്കാറുമുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് കറക്റ്റായിട്ട് കൊടുക്കണം.
കേക്ക് നമ്മൾ സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയ ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ബേക്കിംഗ് പാനിൽ നിന്ന് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ സൈഡെല്ലാം പൊട്ടിപ്പോവും. ഇനി ഇവിടുന്ന് നമ്മുടെ പാർച്ച്മെൻറ്റ് പേപ്പറെല്ലാം, ബട്ടർ പേപ്പറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം കൂടെ ഒന്ന് മാറ്റുക. അപ്പം ഇതിൻ്റെ അടിഭാഗത്താണ് ഒരു ഡിസൈൻ പോലെ വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളത്. മോൾ ഭാഗം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ നമ്മുടെ ആപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ വനിലയും ചോക്ലേറ്റും ഒക്കെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇടയ്ക്ക് ആപ്പിൾ കേക്കും ഒക്കെ ഒന്ന് റെഡിയാക്കി നോക്കണം. കേക്ക് ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.